അതിനെക്കാട്ടി മോശമായി പോയോ? എന്തായി മനുഷ്യന്മാര് ചിന്തിക്കാത്തത്? എന്തൊക്കെ നിപ്പ വന്ന്, പ്രളയം വന്ന്, കൊറോണ വന്ന് കണ്ണുകൾ തുറക്കുന്നില്ല. എന്തൊക്കെ അപകടങ്ങൾ, എന്തൊക്കെ ICUവിൽ കിടന്ന്, എന്തൊക്കെ ആക്സിഡന്റ് സംഭവിച്ചു, ഡൈവോഴ്സ് സംഭവിച്ചു, എല്ലാം സംഭവിച്ചു. മക്കൾക്ക് കുട്ടികളാവുന്നില്ല, ഒന്നും. എന്നിട്ടും ഏകനായ പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, കുമ്പിടാൻ പറ്റുന്നില്ല. ഇതെന്തുകൊണ്ടാ സഹോദരന്മാരെ സംഭവിക്കുന്നത്? നമ്മളൊക്കെ പറയും ചിന്തിക്കാത്തത് കൊണ്ട്. സത്യം പറഞ്ഞാല് ചിന്തിക്കാത്തത് കൊണ്ടല്ല, നേരായ വഴിയിൽ ചിന്തിക്കാത്തത് കൊണ്ട്. മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ അതിൽ മഹാഭൂരിഭാഗം മനുഷ്യന്മാരും അത് നേരായ വഴിയിൽ ആത്മാർത്ഥമായിട്ട്, നിഷ്കളങ്കമായിട്ട്, ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കുന്നില്ലെന്ന് മാത്രം. 3 വിഭാഗം ജനങ്ങളാണ് ലോകത്തുള്ളത് ചിന്തയെ സംബന്ധിച്ച്. ഒന്ന്, അവരുടെ ചിന്ത എപ്പോഴും അവരൊഴികെ ചുറ്റുപാടുമുള്ള എല്ലാവരുടെ മേത്തായിരിക്കും, മറ്റുള്ളവരെ പറ്റിയായിരിക്കും എപ്പോഴും ചിന്ത. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഒന്നുകിൽ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, സിനിമാ നടൻ, ക്രിക്കറ്റ് സ്റ്റാർസ്, ഫേസ്ബുക്കൊക്കെ നിറഞ്ഞിരിക്കാണല്ലോ. ആരെ പറ്റിയാണ്? ഏതൊക്കെയോ മനുഷ്യനെ പറ്റിയിട്ട്. നമുക്ക് ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത ഏതൊക്കെയോ മനുഷ്യനെ പറ്റിയിട്ടാണ് ഒരാൾ അയാൾക്ക് വേണ്ടി സംസാരിക്കും, മറ്റേ ആൾ അയാൾക്കെതിരെ സംസാരിക്കും. അങ്ങനെ എത്ര ദിവസങ്ങളോ കൊല്ലങ്ങളോ ഇങ്ങനെ സുഖമായിട്ട് പോകും. ഇനിയിപ്പോ നമ്മൾ ഒരുപാട് പേര് അങ്ങനെ ഈ രാഷ്ട്രീയം, സിനിമയും, സംഗീതം, സ്പോർട്സും ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുടെ കുഴപ്പമില്ല. കുടുംബത്തിൽ അവനവനെ മാറ്റി നിർത്തി മറ്റു എല്ലാരെയും പറ്റി ചിന്തിക്കും. ഈ മറ്റു എല്ലാവരെയും പറ്റി ചിന്തിക്കുമ്പോൾ 2-3 അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുമ്പോൾ 2 കാര്യം ഒന്ന് ചിലപ്പോൾ ചിലർക്ക് വരും. ഒന്ന്, സ്വാഭാവികമായിട്ട് അസൂയ വരാൻ സാധ്യതയുണ്ട് സഹോദരന്മാരെ. മറ്റുള്ളവരെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ, പഠിച്ചോനെ ആ ഡോക്ടറിന് അവിടുത്തെ സർക്കാർ ജോലി അടുത്തുണ്ട്, വീട് കോഴിക്കോടുണ്ട്, മാതാപിതാക്കൾ അടുത്തുണ്ട്, ഹായ്. അപ്പോൾ ഇതിങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ അവർക്ക് എന്താവും? അസൂയ വന്നു തുടങ്ങും. വലിയ അപകടം പിടിച്ച ചിന്തയാണ്. അതായത് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ഒരു മനസ്സിലൊരു എന്തൊക്കെയോ തോന്നല്, ഒരു സുഖമില്ല. ഇനി അനുഗ്രഹങ്ങൾ എടുത്ത് മാറ്റുമ്പോൾ ചെറിയൊരു ആശ്വാസ സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്ന അനുഗ്രഹം നഷ്ടപ്പെട്ടു, മറ്റുള്ളവർക്ക് കൊറോണ ബാധിച്ച്, മറ്റേ മക്കൾ പരീക്ഷ റാങ്ക് കിട്ടിയില്ല, അപ്പൊ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും. നല്ലോണം ചിന്തിച്ച സഹോദരന്മാർ, ഇതൊക്കെ മനുഷ്യന് വികാരങ്ങളാണ്. ഇനി ഈ അസൂയിലോട്ട് ഉണ്ടാകുന്ന 2ാമത്തെ പ്രശ്നം എന്താ അറിയോ? എപ്പോഴും നിരാശരാകും. സ്വാഭാവികമാണല്ലോ. നമ്മൾക്ക് അനുഗ്രഹങ്ങൾ നോക്കിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും ദുനിയാവിൽ ചുറ്റുപാടും ഓരോ മനുഷ്യരും നോക്കുമ്പോൾ നമ്മളെക്കാട്ട് അനുഗ്രഹീതരായ ഒരുപാട് പേരെ കാണും. അത് സാമ്പത്തികമാവട്ടെ, അല്ലെങ്കിൽ ഭൗതികമാവട്ടെ, അല്ലെങ്കിൽ വിജ്ഞാനപരമായിട്ടാവട്ടെ, ജോലിയിലാവട്ടെ, മക്കളിലാവട്ടെ, എന്തിനുമാവട്ടെ, വീടാവട്ടെ, എന്തും ആവട്ടെ. അപ്പൊ ഭൗതികമായി നോക്കുമ്പോൾ നമ്മളെക്കാട്ട് സുഖമായിട്ട് മറ്റാരും ജീവിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാകാൻ പോകുന്ന വികാരമാണ് നിരാശ, ദുഃഖം. എന്തൊരു സങ്കടം, നമുക്ക് മാത്രം എന്താ പഠിച്ചു, മറ്റവർക്കൊക്കെ നോക്കി എന്താ സുഖമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുമ്പോൾ നിരാശയും അസൂയിലാണ് ഒരുപാട് പേര് ജീവിച്ചു പോകുന്നത്. ഇനി വേറെ വിധത്തിൽ ഈ മനുഷ്യന്മാർക്ക് അവനവനെ പറ്റി ചിന്തിക്കാത്തത് കൊണ്ട് അവനവൻ നന്നാകുന്നുമില്ല. ഇനി അവനവനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ പലർക്കും ഉള്ള കുഴപ്പം എന്താ? കിബിറ് വരും. ഞാന് അവരെക്കാട്ടി നല്ല ദീനിയാണ്, ഞാൻ അവരെക്കാട്ടി നല്ല പേരും പ്രശസ്തിയും പദവിയും സ്ഥാനമാനങ്ങളും, എൻ്റെ മക്കള് കണ്ടില്ലേ, എൻ്റെ വീട് കണ്ടില്ലേ, എൻ്റെ കാറ് കണ്ടില്ലേ, എൻ്റെ ജോലി കണ്ടില്ലേ, ഞാനെന്ത് സുഖമായിട്ടാ ജീവിക്കുന്ന, ദിവസം എന്ത് അടിച്ചു പൊളിച്ചാ ജീവിക്കുന്നത്. അവർക്കുണ്ട് ഒന്നുമില്ല. എന്തോന്ന്, വെറും എപ്പോഴും 5 പള്ളിയിൽ പോവുക, വേറെ ഒന്നുമില്ല, ഖുറാൻ എന്തോന്നാ. നമ്മളൊക്കെ അടിച്ചു പൊളി. അപ്പം സ്വാഭാവികമായിട്ട് മറ്റു മനുഷ്യന്മാരെ നോക്കുമ്പോൾ അവനവന്റെ ഹൃദയത്തിലേക്ക് കിബിറ് വരാനുള്ള സാധ്യതയുണ്ട്. 2ാമത്തെ, അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും ഗുണം പിടിക്കുന്നില്ല, അവർ നന്നാകുന്നില്ല. എന്തുകൊണ്ടാ? ഓരോ വ്യക്തികളുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഏറ്റവും നല്ല വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അവനവൻ തന്നെയാണ്. നിങ്ങൾ നോക്ക്, മതപരമായ കാര്യത്തിലും ഇങ്ങനെ തന്നെയാ. ഞാൻ എത്ര നാളെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഈ മനുഷ്യന്മാരൊക്കെ നോക്ക്, ഒരു ഖുറാനും ദാവത്തും ഒന്നുമില്ല, വീട്ടിൽ സുഖമായിട്ട് അവന്റെ ജോലിയും വെച്ച് നടക്കുന്നത്. സഹോദരന്മാരെ, നന്മയിൽ നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? ഇപ്പൊ ഉദാഹരണം, വെറും സിമ്പിൾ ആയിട്ട് നമുക്ക് തടിയുണ്ട്, ശരി. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്? എന്നെക്കാടി തടി കണ്ട കുംഭവയറായിട്ട് റോഡിലോട്ട് എത്ര നടക്കുന്നത്, അപ്പൊ ഞാൻ ഭേദമാണെന്ന് വിചാരിക്കും. അത്രയേ ഉള്ളൂ.
അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാ അവസരത്തിൽ എന്തിനും സഹോദരന്മാരെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മളെക്കാട്ടി മോശപ്പെട്ട ആൾക്കാരായിരിക്കും. ഇപ്പൊ ഒരു വ്യക്തിയെ ഒരു കള്ളം ധരിക്കുക, ഞാൻ വീട്ടിൽ പോയിട്ട് കക്കുന്നല്ലോ, എത്ര ലോകത്തിൽ എത്ര മനുഷ്യന്മാരെ വധിക്കുന്നത്. ഒരു മനുഷ്യനെ വധിച്ച വ്യക്തി കൊണ്ട് എന്താ ധരിക്കുന്നത്? ഞാൻ ഒരാളെ കൊന്നിട്ടുള്ളൂന്ന്. എന്താ തീവ്രവാദികൾ നോക്കിയാ എന്താ തോക്കും മിസൈലും ബോംബും കൊണ്ട് എത്ര ലക്ഷങ്ങളാണ് കൊല്ലുന്നത്. അതെ. അപ്പോ എന്തിലും സഹോദരന്മാരെ ചുറ്റുപാടുമുള്ള ആൾക്കാരിലേക്ക് നമ്മളെ കണ്ണു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഗുണം പിടിക്കില്ല, നമ്മൾ നന്നാവില്ല. ഇനി മതപരമായ കുറച്ച് ദീനീ ബോധമുള്ള ആൾക്കാർക്ക് ചിലർക്കൊരു പ്രശ്നമുണ്ട്. ഒരു ഹദീസുകളൊക്കെ നല്ലോണം എത്തിയിട്ടുണ്ട്. എന്താ, നമുക്ക് രണ്ട് വിധത്തിൽ അസൂയ പാടുള്ളൂ. അൽഹംദുലില്ലാ, നല്ല ഏതിലൊക്കെയാണ്? ഒന്ന്, ഖുർആൻ ആഴത്തിൽ പഠിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന അവരെ കാണുമ്പോൾ. രണ്ട്, ഒരുപാട് സമ്പത്ത് നൽകി ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവരെ അസൂയപ്പെടട്ടെ. ശരി, നല്ല അസൂയ. എന്നിട്ട് ഗുണം പിടിക്കുന്നുണ്ടോ? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ഒരുപാട് പേർക്ക് ഈ അസൂയായിട്ട് തന്നെ നിന്ന് നശിക്കുക ചെയ്യുന്നത്. നമ്മൾ ഈ അസൂയപ്പെടുന്ന എന്തിനാ? റസൂൽ പറഞ്ഞ്, ഞാൻ അവരെക്കാട്ടി കൂടുതൽ ഖുർആൻ വായിക്കും, ചിന്തിക്കും, തദബ്ബുർ ചെയ്യും, ദഅവത്ത് ചെയ്യും, ജീവിതത്തിൽ പ്രാർത്ഥിക്കുമാക്കും. ആ ഒരു വാശി ഉണ്ടാവാനാ. ഞാൻ ആ വ്യക്തിയെക്കാട്ടി കൂടുതൽ ഇൻഷാ അല്ലാഹ് സദക്ക കൊടുക്കും, അവരെക്കാട്ടി ഞാൻ കൂടുതൽ അല്ലാഹുവിന്റെ മുമ്പിൽ സദക്ക കൊടുത്ത് കാണിച്ചു കൊടുക്കും. ഈ ഒരു ത്വര വരാൻ, ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അസൂയ. ഇന്നെന്ത് സംഭവിച്ചു? സംഘടനകൾ തമ്മിൽ എന്താ സംഭവിച്ചത്? ഇതേപോലത്തെ അസൂയായിട്ട് നിന്ന് സംഘടന നശിച്ചു തുടങ്ങി. എന്താ, മറ്റേ സംഘടനയുടെ സമ്മേളനത്തിന് കണ്ടോ, എത്രയാ ആൾക്കാരറിയോ? നമ്മുടെ ദൈവത്തിന് ഇപ്പൊ ആരും വരുന്നില്ല, നമ്മുടെ ഖുർആൻ ക്ലാസ് ഒന്നും ആരും വരുന്നില്ലല്ലോ, നമ്മുടെ മാസികളൊന്നും ഇപ്പൊ ആരും വാങ്ങുന്നില്ല, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ആരും ഇല്ല. മറ്റൊരു കണ്ട എന്തോ ഒരു സാധനം, അവർക്കിപ്പോ ഇങ്ങനെ പണ്ഡിതന്റെ പ്രസംഗം കണ്ട എത്ര ഫോളോവേഴ്സ് വരുന്ന കൂടി നമ്മുടെ സംഘടനക്ക് ആരും കേൾക്കുന്നില്ല. അപ്പൊ പിന്നെ എന്താ, സംഘടന തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിളർന്ന് നമുക്ക് നമ്മുടെ വലുതാവണം, നമ്മളെ പരിപാടി വിജയിക്കണം. എത്രത്തോളം സഹോദരന്മാര്, ഒരേ സംഘടനയുടെ രണ്ട് മഹല്ല്. ഒരിക്കൽ അനുഭവമാണ് ഇത്, ഒരുപാട് വ്യക്തിപരമായിട്ട് ഒരുപാട് അനുഭവമുണ്ട് സഹോദരന്മാരെ. ഒരേ സംഘടന രണ്ട് മഹല്ല്, ഒരു നല്ലൊരു പരിപാടി, നല്ല പണ്ഡിതന്മാരെ വെച്ച് നല്ല സദസ്സിൽ ക്ലാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ. എന്താ, ആര് നടത്തണം? നമ്മൾ നടത്തിക്കോളും. എന്താ, നമുക്ക് അതിന് ക്രെഡിറ്റ് കിട്ടണം, നമ്മുടെ മഹലിന് ക്രെഡിറ്റ് കിട്ടണം. അപ്പൊ രണ്ടുപേർക്കും അവനവന്റെ മഹലിൽ ക്രെഡിറ്റ് കിട്ടണം. എന്ത് സംഭവിച്ചു? ആ പരിപാടി തന്നെ ക്യാൻസലായി. ഒന്നും നടന്നില്ല. അതിന് മുമ്പ് ഒരു 10-15 മീറ്റിംഗ് നടന്നല്ലാതെ വേറെ ഒന്നും നടന്നില്ല. ഇത് സംഘടനയിലുള്ള പ്രശ്നം. എന്താ അവിടെ പ്രശ്നം വരുന്നത്? ക്രെഡിറ്റ് നമുക്ക് വേണം. ക്രെഡിറ്റ് കിട്ടിക്കോട്ടെ, ആർക്കും കിട്ടട്ടെ, ജനങ്ങളെല്ലാരും നിസ്കരിക്കട്ടെ, ജനങ്ങളെല്ലാരും ഖുർആനോട് അടുക്കട്ടെ. ഇങ്ങനെ നിഷ്കളങ്കമായ നിയത്തും നമുക്ക് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ, ചുറ്റുപാടുമുള്ള എല്ലാവരും നോക്കുമ്പോൾ ഇപ്പൊ ഒരു പ്രസിഡന്റിനെ തോന്നും സെക്രട്ടറി കാട്ടി വളരെ ദീനിയാണ് പ്രസിഡന്റ് തോന്നും, സെക്രട്ടറിക്കും അതേപോലെ പ്രസിഡന്റിനെ പറ്റി തോന്നും, പള്ളി കമ്മിറ്റിക്കാർക്ക് തോന്നും നമ്മൾ പള്ളി കമ്മിറ്റി അംഗങ്ങളാണ്, ഇവിടെ നിസ്കരിക്കാനും കൂടി ആൾക്കാർ വരുന്നില്ല. അപ്പം ഏതവസരത്തിലും മനുഷ്യന് ചിന്തിക്കായിട്ടൊന്നുമല്ല, ചിന്തയുടെ ഒരു സാഗരം മനുഷ്യന്റെ എല്ലാവരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നേരായ വിധത്തിൽ ചിന്തിക്കണമെങ്കിൽ ഖുർആൻ വായിച്ചു തുടങ്ങണം, തദബ്ബുർ ചെയ്യണം. ആ ആയത്തിനെ വെച്ചിട്ട് ഞാൻ എൻ്റെ ചിന്തയെ അനലൈസ് ചെയ്യണം. ഈ ചിന്ത ശരിയാണോ തെറ്റാണോ? ചിലപ്പോൾ പിശാചിട്ടതായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം നഫ്സിൽ നിന്ന് വരുന്ന ചിന്തയായിരിക്കാം, അതല്ലെങ്കിൽ എൻ്റെ സാഹചര്യം, എൻ്റെ മാതാപിതാക്കള്, കുടുംബങ്ങള്, സുഹൃത്തുക്കൾ, എൻ്റെ സ്കൂൾ പഠിച്ച സാഹചര്യം, ഞാൻ ജീവിക്കുന്ന സാഹചര്യം, ഞാൻ ജോലി ചെയ്യുന്ന ചുറ്റുപാട്, ഇതൊക്കെ നിമിത്തം ഞാൻ ചിന്തിച്ചു പോയതായിരിക്കും. കുഴപ്പമില്ല, ചിന്തകൾ വരും. ഖുർആന്റെ ആയത്തിനെതിരാ, ആ ചിന്ത മാറ്റി വെക്കാം. ഞാൻ എന്നെ നന്നാക്കാൻ ഉദ്ദേശിക്കുകയാണ്, ഏറ്റവും ആദ്യം ചിന്ത പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരൊറ്റ മാത്രമേ ഉള്ളൂ. ഇതാണ് രണ്ടാമത്തെ വിഭാഗം സഹോദരന്മാരെ. രണ്ടാമത്തെ വിഭാഗം എങ്ങനെ ചിന്തിക്കാന്ന് വെച്ചാല് തഫക്കുർ ചെയ്യും. ഈ തഫക്കുർ ചെയ്യാന്ന് വെച്ചാൽ അള്ളാഹുവിനെ പറ്റി അങ്ങേയറ്റം പഠിക്കാനും ആത്മാർത്ഥമായിട്ട് തിരിച്ചറിയാനും അതിനു വേണ്ടിയുള്ള പരിശ്രമം, അതിനു വേണ്ടിയുള്ള വായനയും, അതിനു വേണ്ടി ഒരുപാട് ഏത് സംഘടനയായിട്ട് നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുകയും, എന്നിട്ടെന്താ, എൻ്റെ റബ്ബിനെ തിരിച്ചറിയണം, റബ്ബിനോട് കൂടുതൽ അടുക്കണം. റബ്ബിന്റെ ദൃഷ്ടാന്തമുണ്ട് ചുറ്റുപാടും, ഒരുപാട് എണ്ണിയാത്തിരാത്ത ദൃഷ്ടാന്തമുണ്ട്. നല്ല ഭംഗിയുള്ള പക്ഷികൾ പറക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓരോ ദിവസം നമ്മൾ കൊറോണ ബാധിക്കാതെ ജീവിച്ചു പോകുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. നിരന്തരമായിട്ട് തെറ്റായ ചിന്തക്കും കാഴ്ചക്കും കേൾവിക്കും നാവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ അള്ളാഹുവിന് തഫക്കുർ ചെയ്യണം, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പഠിക്കണം, ജീവിതത്തിൽ ദിവസം ഒരിക്കൽ ചൊല്ലണം. പോരാ, അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് നടപടിക്രമം ഖുർആനിലൂടെ കാണിച്ചു തന്ന് അത് സസൂക്ഷ്മം പരിശോധിച്ച് എൻ്റെ ജീവിതത്തെ തട്ടിച്ചു നോക്കണം. ഓരോ നിമിഷം ഞാൻ ചിന്തിക്കുന്നത് ഞാനും എൻ്റെ റബ്ബ് തമ്മിലുള്ള ബന്ധം. ഇത്
ഘട്ടം ഘട്ടമായിട്ട് അത് കൂടി വരുന്നുണ്ടോ, അതല്ല ഇടക്ക് കൂടി പിന്നെ പൂജ്യമാകുന്നുണ്ടോ എൻ്റെ ഈമാന്റെ ഗ്രാഫ്? ഇതായിരിക്കണം ഓരോ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. എന്റെ സംസ്കരണത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഞാൻ ആകെ ഒറ്റ വ്യക്തിയെ നോക്കുള്ളൂ. എനിക്ക് മാതൃകയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്ന വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകനെ മാത്രമേ മാതൃക നമ്മൾ നോക്കാൻ പാടുള്ളൂ. അതിന് പ്രവാചകന്റെ ചരിത്രം പഠിക്കും, പ്രവാചകന്റെ സ്വഹിയായ ഹദീസുകൾ വായിക്കും. അപ്പൊ ഞാൻ എൻ്റെ ചിന്തയും എൻ്റെ കർമ്മങ്ങളെയും ഈ ഹദീസായിട്ട് തട്ടിച്ചു നോക്കും. എന്നിട്ട് ഞാൻ കഴിയുന്നത്ര ഹദീസുകൾ പിൻപറ്റി തുടങ്ങും. എന്നിലുള്ള തിന്മകൾ മെല്ലനെ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ മായ്ക്കാൻ ശ്രമിക്കും. അങ്ങനെ ആവണം യഥാർത്ഥത്തിലുള്ള വിശ്വാസിനികൾ. ഇങ്ങനെ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? നമുക്ക് സ്വാഭാവികമായിട്ടൊരു മാതൃക പറയുമ്പോൾ ഉടനെ ആരെ ചിന്തിക്കുക? നമ്മുടെ സംഘടനയുടെ നേതാവ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രാസംഗിക പ്രബോധകൻ, അങ്ങനെ ഒരു സഹോദരന്മാര്. വലിയ അപകടം അവിടെയാണ് പറ്റുന്നത് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഗുണം പിടിക്കൂല. പിന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ നോക്കൂ, നമ്മൾ 5 നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ കള്ളു കുടിയുന്നില്ല, വിഭജിക്കുന്നില്ല, പലിശ തിന്നുന്നില്ല. അപ്പൊ നമുക്ക് തോന്നും നമ്മളെ കാട്ടി വേറെ ഔലിയാക്കൾ ഇവിടെ ഉണ്ടോ റഹ്മാനാ റബ്ബേ. അപ്പോ വലിയ അപകട സഹോദരന്മാര്. ഞാൻ സത്യം എന്റെ നേർക്കാഴ്ചന് നിസ്കാരം കൂടി ഇല്ലാത്ത വ്യക്തികൾക്ക് പോലും തോന്നിയിട്ട് അവര് പറഞ്ഞ് ഞാൻ വലിയ ഔലിയ. എന്താ? അദ്ദേഹം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഔലിയാത്തരമാണ്. അത് തെറ്റായ ചിന്തയിൽ നിന്ന് വന്ന ചിന്തയ സഹോദരന്മാരെ. ഇപ്പോൾ ശിർക്കും ബിദ്അത്തും എല്ലാം പ്രചരിപ്പിച്ചിട്ട് പോലും അവനവന് തോന്നിത്തുടങ്ങും ഞാൻ വലിയ സംഭവമാ. അനുയായികളും അതിനെ പൊക്കിക്കൊണ്ടുവരും. എത്രയോ പേരുണ്ടല്ലോ സഹോദരന്മാര്. അവർക്കെന്താ? അവര് ഖുർആനും സുന്നത്തിനെ തട്ടിച്ചു നോക്കിയിട്ടില്ല. വലിയ അപകട സഹോദരന്മാരെ. അതുകൊണ്ട് എപ്പോഴെപ്പോഴും തഫക്കുർ ചെയ്യണം. നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള ബന്ധം. എന്തുകൊണ്ട്? ഞാൻ ഒറ്റക്കാണെന്നേ. അഥവാ രോഗം പിടിച്ചാൽ, കൊറോണ ബാധിച്ചാൽ 108 ഐസൊലേഷനിൽ ഇവിടെ ICUലൊക്കെ എത്തുമ്പോൾ ഒറ്റക്കാന്നേ, ആരോരും ഇല്ലെന്നേ. നമ്മൾ അവസാന കബറിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഉറപ്പാണ് ഒറ്റക്ക. അപ്പോൾ ഞാനും എൻ്റെ റബ്ബ് തമ്മിലുള്ള ബന്ധം ഇങ്ങനെയായിരിക്കും യഥാർത്ഥത്തിലുള്ള വിശ്വാസിനികൾ. ഇനി ഈ വിശ്വാസിനികളിലേക്ക് ഖുർആൻ ആഴത്തിൽ പഠിച്ചു തുടങ്ങുമ്പോഴും സുന്നത്ത് കൂടുതൽ തിരിച്ചറിയുമ്പോഴും അവനവനെ പറ്റി ചിന്തിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു ചിന്തകൾ വരുന്നുണ്ട് സഹോദരന്മാരെ. ഇത് വലിയ അപകടം പിടിച്ച ചിന്തയാണ്. അതായത് അവനവൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അത് അള്ളാഹുവും അതേപോലെ ചിന്തിക്കണം എന്ന് വാശി പിടിക്കുന്നവർ. നമ്മൾ അള്ളാന്റെ സ്ഥാനത്തിട്ട്, നമ്മളല്ല പുട്ട് ourselves into their shoes എന്ന് പറയും. നമ്മൾ അള്ളാഹുവിന്റെ സ്ഥാനത്തിട്ടിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ അള്ളാഹ് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഒരുപാട് ഉദാഹരണം പറയാം. അള്ളാഹു സമീഉം ബസീറാണ്, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വരും, എങ്ങനെയായിരിക്കും കണ്ണ് പഠിച്ചോന്റെ, ചെവി എങ്ങനെയായിരിക്കും? അത് വലിയ അപകട സഹോദരന്മാര്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്ന് വിശ്വസിക്കാൻ എളുപ്പമാണ്, പക്ഷെ മനുഷ്യന്റെ ചിന്ത വലിയ അപകടത്തിലേക്ക് എത്തും. ഈ ചിന്തയുടെ തുടക്കം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പോലും അള്ളാഹുവിന്റെ സത്തയെ പറ്റി നിങ്ങളോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ സുന്നത്തിനെ പറ്റി ചിന്തിച്ചോ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ചിന്തിച്ചോ? എന്തുകൊണ്ടാ? നിങ്ങൾ ചിന്തിച്ചോ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊതിയുണ്ടായി, കാണണം, ആഗ്രഹമാണ്. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ? ഭൗതിക ദുനിയാവിൽ നമ്മുടെ രണ്ട് നഗ്ന നേത്രം കൊണ്ട് നമുക്ക് ദുനിയാവിൽ കാണാൻ പറ്റൂല. അള്ളാഹ് കാണിച്ചു കൊടുത്തു, മലമുകളിലേക്ക് നോക്കിക്കോ മൂസ, അങ്ങോട്ട് നോക്കിക്കോ. ഒരു വലിയ വെളിച്ചം വന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധം കെട്ട് ഉടനെ ചെയ്തെന്താ? ഇസ്തിഗ്ഫാർ ചെയ്ത്, പടച്ചോനെ തെറ്റിപ്പോയി, ഞാൻ ചോദിച്ചു തെറ്റിപ്പോയോ, റഹ്മാൻ റബ്ബേ പുറത്തു തരണേ റബ്ബേ. അപ്പോ നമ്മുടെ ഈ നഗ്ന നേത്രം കൊണ്ട് ഭൗതിക ദുനിയാവിൽ നമ്മൾക്ക് കാണാൻ പറ്റില്ല. നേരെ മറിച്ച് ഇൻഷാ അല്ലാഹ് സത്യവിശ്വാസം ഉൾക്കൊണ്ട് സൽക്കർമ്മം ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പ് മരണത്തിന് ശേഷം നമ്മൾ പൂർണ്ണ ചന്ദ്രനെ പോലെ കാണുന്ന പോലെ കാണും, മറയില്ലാതെ. അള്ളാഹുവെ വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബേ, ആമീൻ. പക്ഷെ ഭൗതിക ദുനിയാവ് നമ്മൾ ഒരിക്കലും പോലും അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ സത്യത്തെ പറ്റി ഒരിക്കലും ചോദ്യം ചെയ്യരുത്. അതാണ് പണ്ഡിതന്മാര് ഇമാമുകളൊക്കെ പറയുന്നത്. അള്ളാഹു കേൾക്കുവോ കാണുവോ? തീർച്ചയായിട്ടും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനാണ്. എങ്ങനെ എന്നുള്ള ചോദ്യം ബിദ്അത്തായിട്ട് മാറും. വലിയ അപകടമാണ് സഹോദരന്മാരെ. നമ്മൾ ഒരിക്കലും നമ്മളെ ചോദ്യം അള്ളാന്റെ കൈയുണ്ടോ കാലുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണോ ഇൻഷാ അല്ലാഹ് അള്ളാഹു നാളെ കാണാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ എല്ലാവർക്കും.
അതിനുവേണ്ടി നമ്മുടെ ചിന്തകളെ സസൂക്ഷ്മം എപ്പോഴും ശ്രദ്ധിക്കണം. തെറ്റാവരുത്, തെറ്റിപ്പോകരുത് സഹോദരന്മാർ. ഇന്ന് എല്ലാവർക്കും ഇതാ ഖുറാനൊക്കെ കുറെ നാളല്ലേ അള്ളാഹു അഹദ് അള്ളാഹു അതൊക്കെ എത്ര നാളായി കേൾക്കുന്നു. അഹദ് 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 സമുദ് ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇപ്പൊ നമുക്ക് എന്താ ഒന്ന് അള്ളാന്റെ ശ്രദ്ധയിലേക്ക് കയറാം. അള്ളാഹ് അർശിന്റെ മുകളിൽ എങ്ങനെയാണോ ഇരിക്കുന്നത്, എന്താ വലിയ അപകട സാധനം. അർശിന് മുകളിൽ അള്ളാഹു അവിടേക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാനേ പാടുള്ളത്. എങ്ങനെയെന്നുള്ള ചോദ്യമില്ല. അള്ളാഹു അവസാനത്തെ രാത്രിയിലെ ഒരു അവസാനത്തെ ഭാഗത്തെ അള്ളാഹു ഭൂമിയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങി വരും. അപ്പൊ സ്വാഭാവികം നമ്മുടെ മനസ്സിൽ ചിന്ത വരും, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ 24 മണിക്കൂർ രാത്രി ഉണ്ടാവില്ലേ, അപ്പൊ പിന്നെ മുകളിലോട്ട് പോകുന്നില്ലേ? ഇതെല്ലാം സഹോദരന്മാരെ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരുപാട് ചർച്ച കേട്ടത്. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. സംഘടനകൾ ഇതൊക്കെ പിളർന്ന് നശിച്ചു ഒരു ഗുണമില്ലാതെ ഒരു ബർക്കത്തില്ലാതായിട്ട് മാറി. എന്തുകൊണ്ടാ? അനാവശ്യമായ ചിന്തകൾ പാടില്ല. അള്ളാഹു ഇറങ്ങുന്നുണ്ട്. തഹജ്ജുദ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു മനുഷ്യനായിട്ട് നമ്മൾ ചിന്തിക്കും സഹോദരന്മാരെ. നമ്മൾ ഈ ചിന്ത കൂടി അള്ളാഹുവിലേക്ക് എത്തുന്നുണ്ടോ, നമ്മൾ അള്ളാഹുവിനെ പോലെ ആവുന്നുണ്ടോ, നമ്മൾ ചിന്തകൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നിസാരനായ വെറും അടിമയാണ്, ഭിക്ഷക്കാരനാണ്, മ്ലേച്ഛമായ സെമൻ നിന്ന് വന്ന് മണ്ണാകാൻ പോകുന്ന സൃഷ്ടികൾ. കോടാനുകോടി എത്ര ലക്ഷക്കണക്കിനും കോടികളും ബില്യൺസും ട്രില്യൺസും എത്ര സൃഷ്ടികളുണ്ടോ? അതിൽ സാധാരണ ഒരു നിസ്സാരമായ ഒരു സൃഷ്ടിയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. നമ്മളൊക്കെ വെറും പച്ചയായ സാധാരണ മണ്ണുണ്ടല്ലോ, ഒരു പൂച്ചുണ്ടല്ലോ, ഒരു ഉറുമ്പുണ്ടല്ലോ, എന്തെങ്കിലും നിസ്സാര കൊതുകുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഈച്ചുണ്ടല്ലോ, അതിനത്ര തന്നെ തുല്യമായ ഒരു സൃഷ്ടി. ഒരു കൊറോണ വൈറസ് ഉണ്ടല്ലോ, അത്ര തന്നെ ഒരു സാധാരണ സൃഷ്ടിയായിട്ട് നമ്മളെ വിലയിരുത്താം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ സ്ഥാനത്ത് കയറി നിന്നിട്ട് അള്ളാഹ് എങ്ങനെയായിരിക്കും അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ ബിദ്അത്താണ്. പക്ഷെ അള്ളാഹ് കേൾക്കും, അതെല്ലാം അറിയുന്നുണ്ട്. അതൊരു റസൂൽ പറഞ്ഞില്ലേ, ഇങ്ങനെ ചോദ്യം വല്ലാതെ ഈ വാദപ്രതിവാദം ഒരിക്കലും പാടില്ല സഹോദരന്മാരെ. ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക അത് ബനി ഇസ്രായേലിന്റെ ദുസ്വഭാവ. ഒന്നും അങ്ങനെ നമ്മളെ അള്ളാഹ് ഉണ്ടെന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുക. അള്ളാന്റെ ദൃഷ്ടാന്തത്തെ പറ്റി ചിന്തിച്ചോ? അള്ളാന്റെ നടപടിക്രമങ്ങൾ എങ്ങനെ ഖുർആനിൽ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂൽ ചിലപ്പോൾ ചോദിച്ച് ഒരു ചോദ്യം വരും, എന്താ പടച്ചോനെ സൃഷ്ടിച്ചത് ആരായിരിക്കും? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. തീർന്നു. ആ ചിന്ത തെറ്റാണ്. അതിന് വാദപ്രതിവാദത്തിനുണ്ട് ഉത്തരം നൽകാനൊന്നും വേണ്ട, നിങ്ങൾ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹത്തിലേക്ക് നോക്കിയാൽ മതി, കൃത്യമായിട്ട് ധാരണ ഉണ്ടാകും. അള്ളാഹു എന്ന ഏകനായ സൃഷ്ടാവ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ സ്വന്തം നഫ്സിലേക്ക് നോക്കിയാൽ മതി. ഓരോ ചുറ്റുപാടും ഒന്ന് വിനയാന്വിതനായിട്ട് നിഷ്കളങ്കമായിട്ട് കണ്ണോടിച്ചാൽ മതി. ഒരിക്കലും പോലും സഹോദരൻ പിന്നെ സംഭവിക്കുന്നത് അറിയാം. ഒരുപാട് പേർക്ക് ചിന്ത ഈ അള്ളാഹ്ക്ക് എന്തിനാ ഇങ്ങനെ കുറെ മനുഷ്യനെ സൃഷ്ടിക്കുക, എന്റെ ഭൂമിയിൽ ഇങ്ങനെ കുറെ പരീക്ഷിക്കുക, എന്റെ മനുഷ്യന്മാരൊക്കെ കുറെ എന്തൊക്കെയോ കർമ്മം ചെയ്യുക, എന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് അള്ളാഹ് സ്വർഗം കൊടുക്കും. അള്ളാഹ് തന്നെ സ്വർഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ നരകത്തിൽ ഇടും. ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഇപ്പൊ അള്ളാഹ് ചെയ്യുന്നത്? നോക്കിയപ്പോ ചിന്ത നോക്കി പോകുന്നത്. അതായത് നമ്മൾ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് എത്തിത്തുടങ്ങിയെന്നാണ്. അത് വലിയ അപകട. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകൾ ചോദിച്ചിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞേ, എനിക്കറിയാം നിങ്ങൾക്ക് പലതും അറിയാത്ത പല കാര്യം. മലക്കൾ പിന്നെ അങ്ങോട്ട് ചോദ്യം ചോദിച്ചിട്ടില്ല. നമ്മൾ വിജ്ഞാനവിദ്യരാവണം സഹോദരന്മാര്. വലിയ അപകടം പിടിച്ച ചിന്തകളിലേക്കാണ് അത്. ചില വിശ്വാസികൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് വെച്ചാൽ നിരീശ്വരവാദത്തിന്റെ തുടക്കം ഈ ഒരു ചിന്തയിൽ നിന്നാണ് വരിക സഹോദരന്മാര്. നമ്മൾ എന്തോ എവിടെയോ എത്തിയെന്നുള്ള ചിന്ത, നമുക്ക് എന്തൊക്കെയോ വിവരമുണ്ടെന്നുള്ള ചിന്ത, നമ്മുടെ വിജ്ഞാനം എത്രയോ വലുതായിട്ടുണ്ടെന്നുള്ള ചിന്ത, എനിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്നുള്ള യുക്തിബോധത്തോടെ ചിന്തിക്കാനുള്ള ഒരു ചിന്ത, ഇതൊക്കെ കിബറിലേക്ക് എത്തിച്ചാലേ പിന്നെ അടുത്ത ചിന്ത തെറ്റിപ്പോവും. ആ ചിന്തയിൽ നിന്നാണ് പിന്നെ പടച്ചോൻ തന്നെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തിപ്പോകുന്നത്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ലോകത്ത്. ചിന്തിക്കുന്നതിൽ ഈ മനുഷ്യന്മാരില്ല. അത് ഒന്നെങ്കിൽ ബോധം നഷ്ടപ്പെട്ട് പോകണം, അല്ലെങ്കിൽ കോമയിലായി പോകണം, അല്ലെങ്കിൽ വല്ല മാനസികമായി മന്ദബുദ്ധികളൊക്കെ അങ്ങനത്തെ കുട്ടികളെ കാണും. അതല്ലാത്ത മറ്റു എല്ലാവരും സഹോദരന്മാരെ ചിന്തിക്കുന്നുണ്ട്.